നമസ്കാരം. ഞാനിന്ന് യാത്ര ചെയ്യുന്നത് മെൽബൺ സിറ്റിയിലുള്ള ഒരു ട്രോഫി ഷോപ്പിലേക്കാണ്. എന്തുകൊണ്ടാണ് ഞാൻ ആ ട്രോഫി ഷോപ്പിലേക്ക് യാത്ര ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 39 വർഷമായിട്ട് ഒരു ഓസ്ട്രേലിയൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ട്രോഫി ഷോപ്പായിരുന്നു അത്. ഈ കാണുന്നില്ലേ, ഇതാണ് നമ്മുടെ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ട്. അതിൻ്റെ മുന്നിലൂടെയാണ് ഞാൻ യാത്ര ചെയ്തത്. കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ചെയ്യാം എന്ന് കരുതി ഞാൻ അതിലേക്കൂടെയാണ് യാത്ര ചെയ്തത്. ഇവിടെ ഇപ്പോൾ വിൻ്റർ സീസണാണ്, അതുകൊണ്ട് മരങ്ങളുടെ ഇലകളെല്ലാം കൊഴിഞ്ഞിട്ടുണ്ടല്ലോ, ആ ശിഖരങ്ങൾ മാത്രമായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഞാൻ ആ ഷോപ്പിലെത്തി. ഇത് വളരെ പഴക്കമുള്ള ഒരു കെട്ടിടമാണ്, അതുകൊണ്ട് അത്യാധുനിക സൗകര്യങ്ങളൊന്നും നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. ഈ നിൽക്കുന്ന ആളിനെ കണ്ടില്ലേ, ഇദ്ദേഹത്തിൻ്റെ പേരാണ് ടോണി. കഴിഞ്ഞ 39 വർഷമായിട്ട് ഇദ്ദേഹമായിരുന്നു ഈ ഷോപ്പിൻ്റെ ഉടമസ്ഥൻ. ഈ ഷോപ്പിനെ കുറിച്ച് അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. Well, we started the shop 39 years ago. All right. We bought it. It was an existing business in Glenroy. Okay. And what happens is the shop used to do sports and toys. So what happens is toys was a very competitive market. We couldn't compete with the Toys R Us and Kmart. So we dropped the toys. And what happens is there was a business for sale in Brunswick that did trophies. That's what we did. We bought the trophy business and we moved it across to Glenroy. And then we did, so that's when we became Glenroy Sports and Trophies. And that was about 35 years ago. Or video clips. Sometimes when you pick them up and you look at it and you say, yeah. Gee, that doesn't look nothing like what I just saw on the pictures. Okay. Because sometimes the pictures can be doctored. And what happens is, people still like to come in, pick them up, feel them. They like a bit of weight in them and all that. Just popular trophies are the building. I reckon we probably do 60-70% in and 30% that we actually build. Your local football season finishes, so the demand comes up. And then from there to Christmas, we'll be busy right through to Christmas. Because after football, we've got local soccer. And after local soccer, you've got netball, dancing, darts. So, it just goes all the way. ഈ ഇരിക്കുന്ന ട്രോഫികളുണ്ടല്ലേ, ഇത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കളിയുടെയാണ്. ആ കളിയുടെ പേര് സോക്കർ എന്നാണ്. സോക്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഫുട്ബോളല്ലേ, അതുപോലെ തന്നെ ആ കളി തന്നെയാണ് സോക്കർ. ആ സോക്കർ കളിക്കുന്ന ആൾക്കാരെ ഇവിടെ വിളിക്കുന്നത് സോക്കറൂസ് എന്നാണ്. ഈ ഇരിക്കുന്ന ഷെൽഫിൽ നിറയെ സോക്കറിന് വേണ്ടി മാത്രമുള്ള ട്രോഫികളാണ് നിരത്തിയിരിക്കുന്നത്. കണ്ടില്ലേ ഒരു ഗോൾഡൻ ബൂട്ടൊക്കെ ഇരിക്കുന്നത്. ഇവിടെ ഓരോ ഷെൽഫിലും ഓരോ കളികൾക്കായിട്ടുള്ള ട്രോഫികളാണ് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത്. എല്ലാ തരത്തിലുള്ള ട്രോഫികളും ഇവിടെ അവൈലബിൾ ആണ്. കപ്സ് ഉണ്ട്, ട്രോഫീസ് ഉണ്ട്, ടിമ്പർ ട്രോഫീസ് ഉണ്ട്, പിന്നെ മെഡൽസ് ഉണ്ട്, റിബൺസ് ഉണ്ട്, പിന്നെ അതേപോലെ അച്ചീവ്മെൻറ്റ്സിനുള്ള ട്രോഫീസ് ഉണ്ട്. ബാഡ്മിൻ്റൺ, ബേസ്ബോൾ, സോഫ്റ്റ് ബോൾ, ബില്ലിയാർഡ്സ്, ചെസ്, ക്രിക്കറ്റ്, ഡ്രാമ, ഫിഷിംഗ്, ഗോൾഫ്, ജിംനാസ്റ്റിക്, ഹോക്കി എന്ന് വേണ്ട എന്തൊക്കെ തരം സ്പോർട്സ് ഐറ്റംസ് ഉണ്ടോ, എന്തൊക്കെ തരം ഗെയിംസ് ഉണ്ടോ, എല്ലാ അച്ചീവ്മെൻറ്റ്സിനുമുള്ള ട്രോഫീസ് ഈ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇത് ക്രിക്കറ്റിന് വേണ്ടി മാത്രമുള്ളൊരു ഷെൽഫാണ്, നിറച്ച് ക്രിക്കറ്റിൻ്റെ ട്രോഫികൾ. ഈ ഷെൽഫിൽ ഒരു പ്രത്യേകതരം ട്രോഫി ഇരിപ്പുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ട്രോഫി കാണുന്നത്. അതായത് ഹാട്രിക് ഒക്കെ വാങ്ങിക്കുന്ന ബോളറല്ലേ, ആ ബോളർക്ക് ഇരിക്കുന്ന ട്രോഫി ഉണ്ടല്ലേ, ആ ട്രോഫിയിലാണ് ആ ബോൾ വെച്ച് കൊടുക്കുന്നത്. അതേപോലെ തന്നെ അസോസിയേഷൻ്റെ പ്രോഗ്രാം, സ്കൂളിൻ്റെ പ്രോഗ്രാം എന്ന് വേണ്ട സകല പ്രോഗ്രാമുകളുടെയും ആവശ്യത്തിനുള്ള ട്രോഫികൾ ഇവർ ഓസ്ട്രേലിയയിലെ എല്ലാ സ്ഥലത്തേക്കും കയറ്റി അയക്കുന്നുണ്ട്. ഇതുവരെ ഈ ഷോപ്പ് വാങ്ങിച്ച ആരാന്ന് ഞാൻ പറഞ്ഞില്ല. നമ്മുടെ കോട്ടയത്തുള്ള പാലയല്ലേ, ആ പാലയിലുള്ള ഈ നിൽക്കുന്ന വിപിൻ അലക്സ്, ഈ വിപിനാണ് ഈ ഷോപ്പ് വാങ്ങിച്ചത്. കഴിഞ്ഞ ഏപ്രിൽ 1 തീയതിയാണ് ടോണി വിപിൻ ഈ ബിസിനസ് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. എന്നിരുന്നാലും ടോണി എല്ലാ ദിവസവും ഈ ഷോപ്പിൽ വരും. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിപിൻ ഇതൊരു പുതിയ സംരംഭമാണ്. വിപിനെ ഈ ബിസിനസ് നല്ല രീതിയിൽ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ടോണി ഈ ഷോപ്പിൽ വരുന്നത്. ഈ ഷോപ്പിൻ്റെ പേര് ഗ്ലെൻറോയ് സ്പോർട്സ് ആൻഡ് ട്രോഫീസ് എന്നാണ്. ഇതിൻ്റെ ലൊക്കേഷനും ബാക്കി കോൺടാക്റ്റ് ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഒരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം.